السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതം സന്തോഷവും ഇതുപോലെ തന്നെ ദുഃഖവും നിറഞ്ഞ ഒന്നാണ്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് നന്ദിയും അതുപോലെ തന്നെ ദുഃഖത്തിന് ക്ഷമയുമാണ് നാം കാണിക്കേണ്ടത്. ക്ഷമ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രത്യേക പ്രതിഫലം നൽകപ്പെടുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 10-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അതായത് നിശ്ചയമായും സഹനശീലന്മാർക്ക് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ അത്രയും നിറവേറ്റി കൊടുക്കപ്പെടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്ഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു. അതായത് വിശ്വാസിയുടെ കാര്യങ്ങൾ അത്ഭുതകരമാണ്. സന്തോഷം ലഭിക്കുമ്പോൾ അവൻ നന്ദി അറിയുക, അതും അവന് നല്ലതാണ്. അതുപോലെ തന്നെ കഷ്ടത നേരിടുമ്പോൾ അവൻ ക്ഷമിക്കും, അതും അവന് നല്ലതാണ്. ഈ ഒരു വചനത്തിന്റെ സൂറത്തുൽ സുമറിലെ 10-ാമത്തെ വചനത്തിന്റെ വിശദീകരണമായിട്ട് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, ക്ഷമയില്ലാത്ത ഹൃദയം ഭയത്തിലും അതുപോലെ തന്നെ ദുരിതത്തിലും വീഴും. സബറാണ് വിശ്വാസിയുടെ ശക്തിയും തണലുമാകുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, സൽപ്രവർത്തികൾ തുടരാനും പാപങ്ങളിൽ നിന്ന് അകലാനും ജീവിതത്തിലെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുമുള്ള വലിയ ശക്തിയാണ് സബ്ർ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നബിദിനാഘോഷവും അതുപോലെ തന്നെ അതിന്റെ ഉത്ഭവത്തെ കുറിച്ചെല്ലാം നമ്മൾ പ്രതിപാദിച്ചു. അതായത് ഷിയാക്കൾ ഇറക്കുമതി ചെയ്ത ഒരു പുത്തൻ ആചാരമാണ് നബിദിനാഘോഷം. പിന്നീട് അത് ഗവൺമെന്റ് തലത്തിൽ ആദ്യമായിട്ട് വിപുലമായി ആഘോഷിക്കപ്പെട്ടത് 12-ാം നൂറ്റാണ്ടിൽ ഇറാഖിലുള്ള ഇർബിൽ ഭരിച്ച ഗവർണറായിരുന്ന മുളഫറുദ്ദീൻ ഖുബൂരിയുടെ നേതൃത്വത്തിലാണ്. പിന്നീട് അത് ലോകത്തിന്റെ പല ഭാഗത്തേക്കും പടരുകയാണ് ഉണ്ടായത്. അപ്പൊ കച്ചവട ലക്ഷ്യമായിരുന്നു അന്ന് ആദ്യമായിട്ട് ഇത് ആഘോഷിക്കാൻ ഇറാഖിൽ കാരണമായിരുന്നു. അവരന്ന് ആഘോഷിച്ചതാണ് റബീഉൽ അവ്വൽ 12. അതുകൊണ്ടാണ് പിന്നീട് 12 ചരിത്രപരമായി മുൻപന്തിയിൽ വരാൻ കാരണമായി തീർത്തത്. അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആനക്കലഹ വർഷം, അതായത് ആമുൽ ഫീൽ റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച ദിവസം ജനിച്ചു. അപ്പം ജനിച്ച സമയം പറയപ്പെടുന്നത് ഒരു നട്ടുച്ച സമയത്തായിട്ടാണെന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ജനിച്ച സന്ദർഭത്തിൽ മാതാവ് പിതാവിന്റെ പിതാവായ അബ്ദുൽ മുത്തലിബിനെ വിവരം അറിയിക്കുകയാണ്. അപ്പൊ അങ്ങനെ അബ്ദുൽ മുത്തലിബ് എത്തി, കുട്ടിയെ കണ്ടു, കുട്ടിയുമായിട്ട് കഅബാലയത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി പറയുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിടുകയാണ്. അങ്ങനെ അതിനുശേഷം കുട്ടിക്ക് അഖീഖ അറുത്ത് നൽകി. അതിനുശേഷം 7-ാം ദിവസം, കുഞ്ഞ് ജനിച്ച 7-ാം ദിവസം ചേലാകർമ്മം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ്. പക്ഷെ അതിനൊന്നും ആധികാരികത ഉള്ളതായി പണ്ഡിതന്മാർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയിരുന്നത് ആമിന ബീവി മാത്രമായിരുന്നില്ല. അപ്പൊ അവരുടെ നാമങ്ങൾ, ആ മാതാക്കന്മാരുടെ നാമങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. കാരണം ഇസ്ലാമിൽ ഒരു സ്ത്രീ മുലയൂട്ടി കഴിഞ്ഞാൽ ഉമ്മയുടെ സ്ഥാനമാണ് അവർക്കുള്ളത്.
അപ്പൊ മാതാവായിട്ടാണ് ഇസ്ലാമിൽ അവരെ ഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അവരുടെ മക്കൾ നിങ്ങളുടെ സഹോദരങ്ങളാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 23-ാമത്തെ വചനത്തിലൂടെ വിശദീകരിക്കുകയാണ്. അതായത് അതായത് നിങ്ങളെ പാലിച്ച, നിങ്ങൾക്ക് മുലകുടി വഴി ലഭിച്ച ഉമ്മമാരും അവർ വഴി ഉണ്ടായ സഹോദരിമാർ നിങ്ങൾക്ക് വിവാഹത്തിനായി നിരോധിതരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിവരിക്കുകയാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചിലരെ മാത്രം ഇവിടെ വിശദീകരിക്കുകയാണ്. ഒന്നാമതായി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, ബറക്ക എന്നായിരുന്നു അവരുടെ യഥാർത്ഥ നാമം. ഒരു ആഫ്രിക്കൻ നീഗ്രോ അടിമ സ്ത്രീയായിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും സ്വർഗാവകാശിയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഉമ്മു ഐമനെ വിവാഹം കഴിക്കട്ടെ. അപ്പൊ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയാണ് ഉമ്മു ഐമനെ. അപ്പൊ ആ ഒരു ബന്ധത്തിൽ ജനിച്ചതാണ് ഉസാമ ബിൻ സെയ്ദ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിബ്ബുർ റസൂൽ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നതാണ് ഉസാമ ബിൻ സെയ്ദ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഉസാമ ബിൻ സെയ്ദ്. അതായത് ഇസ്ലാം ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിലിറ്ററി കമാൻഡർ ആയി തീർന്നത് ഉസാമ ബിൻ സെയ്ദ് ആയിരുന്നു. രണ്ടാമതായി പേര് പറയപ്പെടുന്നത് സുവൈബ മൗല അബൂലഹബ്. അബൂലഹബിന്റെ അടിമയായിരുന്ന ഒരു ആഫ്രിക്കൻ നീഗ്രോ വനിതയായിരുന്നു സുവൈബ മൗല. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ രണ്ട് ആഫ്രിക്കൻ നീഗ്രോ സ്ത്രീകൾക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. അതായത് ഇസ്ലാം തുടക്കം മുതൽക്കേ തന്നെ വംശീയതയെ പിഴുതെറിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി പറയുന്നത് ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ. അക്കാലത്ത് മക്കയിലെ ധനികരായ ആളുകളിലെല്ലാം കണ്ടിരുന്ന ഒരു സമ്പ്രദായമാണ്, ഏതെങ്കിലും ഒരു വീട്ടിൽ, അതായത് കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ മുലയൂട്ടാൻ വേണ്ടി വിദൂര ഗ്രാമത്തിലുള്ള ആളുകളെ കുട്ടിയെ ഏൽപ്പിക്കുന്ന ഒരു പതിവ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ വന്ന് കുട്ടിയെ അന്വേഷിച്ചു വരും. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു 1-2 വർഷം കുട്ടി ആ ഗ്രാമത്തിലെ പ്രദേശത്താണ്, അവരുടെ കൂടെ ആയിരിക്കും വളരുക. അപ്പൊ ആ രൂപത്തിലൊരു ആചാരം അക്കാലഘട്ടത്തിൽ അറബിയിൽ നിലനിന്നിരുന്നു. അപ്പൊ ഇതിനായി പ്രധാനമായി പറയപ്പെടുന്ന കാരണങ്ങൾ, ഒന്ന്, കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. രണ്ടാമതായി പറയുന്നത്, ജനിച്ചു വീണ ഉടനെ തന്നെ സമ്പന്നതയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് പകരം ഒരല്പം പ്രയാസകരമായ സാഹചര്യത്തിൽ ജീവിച്ചു വരുമ്പോൾ പിന്നീട് മക്കയിലുള്ള ഒരു സന്ദർഭത്തിലും കുട്ടിക്ക് പ്രയാസമായിട്ട് തോന്നില്ല എന്നൊരു കാരണം ആണ് അവർ പറയുന്നത്. മൂന്നാമതായി പറയപ്പെടുന്ന കാരണം, നല്ല അറബി ഭാഷ, അതായത് ശുദ്ധമായ അറബി ഭാഷ സംസാരിച്ചിരുന്നത് അന്നത്തെ കാലത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ ശുദ്ധ ഭാഷ അഭ്യസിക്കാൻ വേണ്ടി എന്നൊരു ഉദ്ദേശം കൂടി ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നതായി നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതേ രൂപത്തിൽ കുട്ടികളെ നോക്കുന്നതിൽ പേര് കേട്ട ഒരു ഗോത്രമായിരുന്നു ബനു സഅദ് ബിൻ ബക്കർ എന്ന ഗോത്രം. അപ്പൊ ആ പ്രസിദ്ധമായ ഗോത്രത്തിലെ ഒരു വനിതയായിരുന്നു ഹലീമ സഅദിയ. ശരിക്കുമുള്ള പേര് ഹലീമ ബിൻത് അബീ ദുവൈബ് എന്നായിരുന്നു. അപ്പം ഹലീമ, അവർക്ക് ഓൾറെഡി 2-3 സന്താനങ്ങൾ ഉണ്ടായിരുന്നു. ഷെയ്മ എന്നൊരു പെൺകുട്ടിയും അതുപോലെ തന്നെ അബ്ദുള്ള എന്നൊരു കൈക്കുഞ്ഞും അവർക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് താമസിക്കുന്ന ആ പ്രദേശത്ത് ശക്തമായ വരൾച്ച ഉണ്ടാകുകയാണ്. അങ്ങനെ അവർ മുലയൂട്ടാൻ ഉള്ള കുട്ടികളോ അന്വേഷിച്ചുകൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഒരു 10ഓളം കുടുംബങ്ങൾ അങ്ങനെ പുറപ്പെട്ടു വരികയാണ്. അപ്പൊ ഹലീമയോടൊപ്പം ഉണ്ടായിരുന്നത് അവരുടെ ഭർത്താവായ ഹാരിസ ബിൻ അബ്ദുൽ ഹുസൈൻ, അതുകൂടെ അബ്ദുള്ള എന്ന കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കൂടെ അവർ വരുന്നത് ഒരു കഴുതപ്പുറത്തോ ഒരു ഒട്ടകപ്പുറത്തോ ആയിട്ടാണ് അവർ വരുന്നത്. പക്ഷെ ആ ഒട്ടകത്തെ എത്ര കറക്കാൻ ശ്രമിച്ചിട്ടും അതിൽ നിന്ന് പാലൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വരൾച്ച അന്തരീക്ഷത്തിൽ നിന്നാണ് അവർ വരുന്നത്. അതുകൊണ്ട് പട്ടിണിയാണ്. അതുകൊണ്ട് തന്നെ തനിക്കും പാലില്ലായിരുന്നു എന്ന് ഹലീമ പറയുകയാണ്. അപ്പൊ അങ്ങനെ മകൻ അബ്ദുള്ള വിശന്ന് കരയുന്ന ഒരു സന്ദർഭത്തിലാണ് അവർ മക്കയിലേക്ക് കടന്നു വരുന്നത്. അപ്പം തീരെ ആരോഗ്യമില്ലാത്ത ഒരു കഴുതയുമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുമ്പ് പുറപ്പെട്ട 9 ബാക്കിയുള്ള സ്ത്രീകളെല്ലാം മക്കയിൽ ആദ്യം എത്തുകയും ഇവരാണ് അവസാനം മക്കയിൽ എത്തിച്ചേരുന്നത്. അപ്പൊ ഇവർക്ക് മുമ്പ് വന്ന 9 സ്ത്രീകള്, ബനു സഅദിയ ഗോത്രത്തിൽ നിന്നുള്ള സ്ത്രീകള്, അവരെല്ലാം സമ്പന്ന കുടുംബത്തിൽ നിന്നും കുട്ടികളെ ഓൾറെഡി കൈപ്പറ്റി കഴിഞ്ഞിരുന്നു ഇവര് അവിടെ എത്തിയപ്പോഴേക്കും. അപ്പൊ പിന്നെ ഒരൊറ്റ കുട്ടി പോലും ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പൊ ആകെ ഉണ്ടായിരുന്നത് ഒരു യതീമായ കുട്ടി മാത്രമാണ്. അപ്പൊ ആ കുട്ടിയെ സ്വീകരിക്കാൻ ഒരു വൈമനസ്യം എല്ലാവർക്കും തന്നെ തോന്നിയിരുന്നു. കാരണം
കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ കുട്ടിയുടെ പിതാവാണ് അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കുക. അപ്പൊ ഈ ഒരു കുട്ടി യതീമായോണ്ട് അവർക്കൊരു സ്വീകരിക്കാൻ ഒരു വൈമനസ്യം മതി. പക്ഷെ അവസാനം വെറും കൈയോടെ മടങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിൽ രണ്ടും കൽപ്പിച്ച് ആ അനാഥ ബാലനെ ഹലീമ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ കുട്ടിയുമായി അവർ തിരിച്ചു പോവുകയാണ്. അപ്പൊ ആ തിരിച്ചു പോകുന്ന ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം, വന്ന സമയത്ത് അവരുടെ ഒട്ടകത്തിന് കറന്നപ്പോൾ പാലൊന്നും ലഭിച്ചിരുന്നില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഒരു ഒട്ടകത്തെ പിന്നീട് അവർ കറന്ന സന്ദർഭത്തിൽ ധാരാളമായി പാൽ ലഭിക്കുകയും അവർ കുടിക്കുകയും അവരുടെ കുട്ടികൾക്ക് നൽകുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ആ കഴുത, അവർ വന്നപ്പോൾ വളരെ ക്ഷീണിതനായി വന്നിരുന്ന കഴുത വളരെ വേഗത്തിൽ, എത്രത്തോളം എന്നാൽ ഇവരെക്കാൾ മുന്നിൽ പുറപ്പെട്ട ആ സ്ത്രീകളെക്കാൾ നേരത്തെ ഇവർ ഗോത്രത്തിൽ എത്തുമാർ വേഗതയിൽ ആ കഴുത സജ്ജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമയുടെ ഗോത്രമായ ബനൂ സഅദിയ ബക്കർ ഗോത്രത്തിൽ എത്തിച്ചേർന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവർക്ക് അവൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.